കാസർഗോഡ് ജില്ലാ ഓട്ടിസം ക്ലബ്ബും ഓട്ടിസം സെന്റർ ഹോസ്ദുർഗ് BRCയും സംയുക്തമായി ഓട്ടിസം അവബോധ ദിനം ആചരിച്ചു. നീലേശ്വരം പേരൂരിലെ GLP സ്കൂളിലായിരുന്നു പരിപാടി. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ അവരുടെ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടുന്നതിനെക്കുറിച്ചുമുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഏപ്രിൽ 2-ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത്. ജനിതക സാഹചര്യങ്ങൾ മൂലം തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് ഓട്ടിസം. തലച്ചോറിലെ മിറർ ന്യൂറോൺസ് എന്ന കോശങ്ങളുടെ പ്രവർത്തന തകരാർ മൂലമാണ് പലപ്പോഴും ഇതുണ്ടാകുന്നത്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം പകർന്നു നൽകുന്നതിനായാണ് കാസർഗോഡ് ജില്ലാ ഓട്ടിസം ക്ലബ്ബും ഓട്ടിസം സെന്റർ ഹോസ്ദുർഗ് BRCയും സംയുക്തമായി ഓട്ടിസം ബോധവൽക്കരണ ദിനാചരണം നടത്തിയത്. നീലേശ്വരം പേരൂരിലെ GLP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ BRCയുടെ നേതൃത്വത്തിൽ ഓട്ടിസം സെന്ററൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം മികച്ച നിലയിലുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുകയും അതിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട നിലയിൽ അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടിസം ദിനമെന്നുള്ള നിലയിൽ ഇത്തരം പരിപാടികൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും കുട്ടികളെക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിനാണ് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത്. ചടങ്ങിൽ ഹോസ്ദുർഗ് BPC സനൽകുമാർ വെള്ളുവ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ ഓട്ടിസം ക്ലബ്ബ് ജില്ലാ പ്രസിഡന്റ് വിജയൻ മാഷ് അധ്യക്ഷനായി. സുധ ടീച്ചറാണ് ബോധവൽക്കരണ ക്ലാസ് എടുത്തത്. ഓട്ടിസം ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി VN ബാബു സ്വാഗതവും രേഷ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.